ഓം ശ്രീ ഗണേശ ശരദ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമുക്ക് ഭഗവത്ഗീത വിചാരത്തിന്റെ 101-ാമത്തെ പാർട്ടാണ് ഭാഗം. ഗുണത്രയ വിഭാഗ യോഗത്തിന്റെ 18-ാമത്തെ ഇതാണ്. ഗുണത്രയ വിഭാഗം നമുക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഗുണങ്ങളെ പറ്റിയുള്ള ചർച്ച എപ്പോഴും കേട്ടിട്ടുള്ളത് ഇല്ലേ, കുറച്ച് ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഭഗവാൻ വീണ്ടും വീണ്ടും പറയല്ലേ, അപ്പൊ അതാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. 18-ാമത്തെ ശ്ലോകം. ഊർധ്വം ഗച്ഛതി സത്വസ്ഥാ മധ്യാതിഷ്ഠതി രാജസാഃ ജഹന്യ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛതി താമസാഃ. അതായത് ഓരോരോ ഗുണങ്ങളെ കൊണ്ടിട്ടുള്ള ഗുണഭേദം അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുന്നതെന്ന് ഭഗവാൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അർജുനന്. അപ്പൊ ഇനിയും ഗുണഭേദം അനുസരിച്ച് നമ്മുടെ ജീവിതഗതി എന്താവും, സത്വഗുണങ്ങൾക്കും രജോ ഗുണികൾക്കും തമോ ഗുണികൾക്കും എങ്ങനെയുള്ള ജീവിതമാണ് അവർ നയിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു, സത്വഗുണം അഭിവൃദ്ധിയായിട്ട് നിൽക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാവും. അവര് ഉയർന്നുയർന്ന് എങ്ങോട്ടാണ് ഉയരുന്നത്? മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമ്മളെ മധ്യത്തിലാണ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് അഥവാ ദേവന്റെ ഭാവത്തിലേക്ക് ഉയരാം, അല്ലെങ്കിൽ അസുരന്റെ ഭാവത്തിലേക്ക് താഴാം, അല്ലെങ്കിൽ മൃഗഭാവത്തിലേക്ക് താഴാം. രണ്ടു തരത്തിൽ നമുക്ക് ചോയ്സ് നമ്മുടേതാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന. അപ്പൊ ഗുണങ്ങളിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉന്നമനം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഭൗതികമായ ഉന്നമനമല്ല ഭഗവത്ഗീതയിൽ പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് ആധ്യാത്മികമായ ഉന്നമനം. അതായത് ഉദ്ധരേതാത്മനാത്മാനെന്ന് ഭഗവാൻ പറഞ്ഞ ആത്മാവിനെ ഉദ്ധരിക്കൂ, അതിനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരേ ഒരു ജീവിത ലക്ഷ്യം, ഭഗവാനിൽ എത്തിച്ചേരുക. അപ്പോ സത്വഗുണം അഭിവൃദ്ധിയായിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെ ഉയർന്നുയർന്നിരുന്ന് ഭഗവാൻ സത്വസ്വരൂപനാണല്ലോ, അപ്പൊ ആ സത്വസ്വരൂപനിലേക്ക് എത്താനായിട്ട് പറ്റും. രജോ ഗുണത്തിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും. സുഖവും കുറച്ചുണ്ടാവും, ദുഃഖവും കുറച്ചുണ്ടാവും. അതാണ് രജോ ഗുണത്തിന്റെ ഒരു മധ്യസ്ഥാനത്തോടെ നിൽക്കും. തമോ ഗുണികളാണെങ്കിൽ എപ്പോഴും അവർ അധമമായ ചിന്തകൾ, പ്രവൃത്തികൾ എല്ലാം ചെയ്യുന്നു, അധമമായ ഭക്ഷണം കഴിക്കുന്നു, എല്ലാ രീതിയിലും ഒരു അധമമായ ജീവിത രീതിയാണ് അവർ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ മനുഷ്യ ജന്മത്തിന് പതിക്കേണ്ടി വരും. പതിച്ച് പക്ഷിമൃഗാദികളായിട്ടോ അല്ലെങ്കിൽ വളരെ നീചമായ യോനികൾ ജനിച്ചിട്ട് വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചുറ്റും കാണുന്ന ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം, നമ്മളെ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളും നമ്മുടെ പരിതസ്ഥിതികൾ കാണുമ്പം ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഗുണങ്ങളിലാണ് ഓരോരുത്തരും നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഓരോ തരത്തിലുള്ള. അതുകൊണ്ടാണ് ഭഗവാൻ ഒന്നിലും ഇടപെടാത്തത്. അവനവന്റെ ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മം ചെയ്യുന്നു, അതിനനുസരിച്ച് ഫലം അനുസരിക്കുന്നു. ഭഗവാൻ സാക്ഷിയായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ ഭക്തിയോടുകൂടി അങ്ങനെ ഭഗവാനെ ആശ്രയിക്കുമ്പം ഭഗവാന്റെ കാരുണ്യം കുറച്ചൊന്ന് ഇടപെടും. ഭഗവാൻ സത്യസായിബാബ പറഞ്ഞിട്ടുണ്ട്, ഷിർഡി സായിബാബ പറഞ്ഞിട്ടുണ്ട്, കർമ്മഫലമാണ്, അനുഭവിച്ചു തീർക്കൂ, അതിലെനിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സ്പഷ്ടമായിട്ട്. അപ്പൊ പിന്നെ അയ്യോ ഭഗവാനെ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ, ഞങ്ങൾക്ക് ഭഗവാനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് താണു വീണ് അപേക്ഷിക്കുമ്പോ കാരുണ്യം കൊണ്ട് നമ്മുടെ ആ ഒരു കഷ്ടപ്പാടുകൾക്ക് കുറച്ച് അയവ് വരുത്തി ചെയ്യോ, അല്ലെങ്കിൽ അത് കുറച്ച് അതിന്റെ സമയം കുറച്ച് തരുകയോ ഒക്കെ ചെയ്യും. അത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, ഇല്ലാതെയാക്കി തരാൻ ഭഗവാൻ ചെയ്യില്ല. കാരണം ഭഗവാൻ പറഞ്ഞ ഞാനില്ലാതാക്കിയിട്ട് കാര്യമില്ല, പിന്നെയും ജനിക്കേണ്ടി വരും, പിന്നെ അത് തീർക്കണം, ആ കടം തീർത്തേ പറ്റൂ, ആ ചെയ്ത കർമ്മത്തിന്റെ ഫലം തീർത്തേ പറ്റൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ഷിർഡി ബാബയുടെ ഒരു ഭക്തന് അസുഖം വന്നപ്പോ പറയുമല്ലോ, ഭഗവാനെ ഞാൻ 10 ജന്മം കൊണ്ട് ഈ അസുഖം സഹിച്ചോളാം, എനിക്കിത് ഇപ്പൊ ഈ ജന്മത്തെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു,
10 ജന്മം കൊണ്ട് സഹിക്കേണ്ട ആവശ്യമില്ല. എന്റെ കാരുണ്യം കൊണ്ട് 10 നിമിഷം കൊണ്ട് നിനക്ക് മാറ്റിത്തരാം. പക്ഷെ നീ ചെയ്ത കർമ്മങ്ങളുടെ ദോഷമാണ്. പിന്നെയും പിന്നെയും ജനിക്കണം എന്ന് നിന്നെ ആഗ്രഹിക്കണം. കുറച്ചും കൂടെ അങ്ങോട്ട് സഹിക്ക്. കുറച്ചും കൂടെ സഹിച്ചിട്ട് ഈ ജന്മത്തെ തന്നെ അങ്ങ് തീർത്തുകള എന്ന് പറയും ഭഗവാൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ അധമങ്ങളായ ഗുണകർമ്മങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന തമോ ഗുണ പ്രധാനികളായ ആൾക്കാര്, അവര് പക്ഷിമൃഗാദികളായിട്ടോ പിന്നെ നീചയോജനിലോ ജനിക്കാനിട വരുന്നു. അപ്പൊ ജീവിതത്തിന്റെ താഴ്ചയും ഉയർച്ചയും അന്ധകരണത്തിന്റെ ഗുണഘടനയെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. ജീവിതം താഴുന്നതും ഉയരുന്നതും നമ്മൾ തന്നെയാണ്. അപ്പൊ അതിന് ഹേതുഭൂതർ, കാരണക്കാർ. ജീവിതത്തിന്റെ ഉയർച്ച സത്യത്തോട് അടുക്കുന്ന, സത്യം ഇവിടെ പറഞ്ഞത് ഭഗവാനെയാണ്. സത്വം, പരബ്രഹ്മം, സത്വപ്രധാനൻ, സത്വഗുണൻ എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് ജീവിതത്തിന്റെ താഴ്ച. അന്ധകരണത്തിന്റെ ബോധവർദ്ധന അനുസരിച്ചാണ് പിന്നെ ഉയർച്ച ഉണ്ടാവുന്നത്. അന്ധകരണത്തിന് നല്ല ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുബോധം. എന്താണ് വസ്തുബോധം? ഈശ്വരനെ അറിയാനുള്ള ബോധം. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ജ്ഞാനാവസ്ഥയിൽ നമ്മൾ ഭഗവാനോട് അടുത്ത് വരും. അതേ സമയത്ത് നമ്മൾ ജഡം, നമ്മുടെ ശരീരമാണ് ഇതെല്ലാം ഈ കാണുന്നതൊക്കെ ശരീരമാണെന്നുള്ള ആ ബോധത്തോടുകൂടി ശരീരപ്രാധാന്യങ്ങളായിട്ട് നമുക്ക് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ താഴ്ചയാണ് ഉണ്ടാവുക, ഉയർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് ബോധസങ്കല്പം ബോധത്തെ വർദ്ധിപ്പിക്കും, ജഡസങ്കല്പം ജഡത്തെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തമോ ഗുണത്തിന്റെ അഭിവൃദ്ധി ജഡവർദ്ധനന്റെ ലക്ഷണവും, ജഡബോധങ്ങൾ ഏതാണ്ട് തുല്യാവസ്ഥയിൽ. അപ്പം ജഡബോധാവസ്ഥ ഇല്ലാതെ സത്വസ്വരൂപനായ ഭഗവാന്റെ ആ ബോധാവസ്ഥയിൽ നിൽക്കുന്ന ഒരാള് സത്വഗുണത്തിലാണ് നിൽക്കുന്നത്. അതേ സമയത്ത് ഈ രജസ്തമോ ഗുണങ്ങൾ, തമോ ഗുണത്തിൽ നിൽക്കുന്ന ആൾക്ക് ജഡം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും വിശ്വാസമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് തമോ ഗുണമായിരിക്കും. കുറച്ച് ജഡം, കുറച്ച് ഭഗവാൻ, കുറച്ച് അങ്ങനെ ബോധത്തിൽ നിൽക്കുന്നവരാണ് ഈ ഇടത്തരക്കാരായ രജോ ഗുണക്കാര്. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് അതുകൊണ്ട് കുറച്ച് സുഖം അനുഭവിക്കാം, കുറച്ച് ദുഃഖം അനുഭവിക്കാം. രജോ ഗുണമുള്ളവർക്ക് രണ്ടും മാറി മാറി അനുഭവിക്കാൻ ഇട വരുന്നു. അങ്ങനെ സത്വം പ്രകാശവും തമസ് ഇരുട്ടുമാണ്. അപ്പം ഓരോരുത്തരുടെയും അന്ധകരണത്തിന്റെ ഗുണഘടനയ്ക്കനുസരിച്ച് ഓരോ ഗുണത്തിന്റെയും സ്വരൂപത്തിന്റെ തോതനുസരിച്ച് എത്ര നിൽക്കുന്നു ഓരോ ഗുണവും, ഏതാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, അതിന്റെ തോതനുസരിച്ചാണ് ഈ അനുഭവങ്ങൾ മാറി മാറി വരുന്നത്. അപ്പം അനുഭവങ്ങൾ മാറി മാറി വരുന്ന രജോ ഗുണ പ്രധാനികൾക്ക് അവർക്ക് ജഡത്തിലും വിശ്വാസമുണ്ട്, കുറച്ച് ബോധത്തിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർക്ക് സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കേണ്ടി വരുന്നു. സത്വഗുണ പ്രധാനികൾക്ക് വേറെ ഒന്നിനെ പറ്റിയും ചർച്ച, അവർക്ക് ഈശ്വര ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ആ സത്വഗുണത്തിൽ ഉയർച്ചയായിട്ട് ഭഗവാനിലേക്ക് തന്നെ പ്രാപിക്കാനുള്ള സാധനങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള മനസ്സുണ്ടാവും. തമോ ഗുണപ്രധാനികൾക്ക് ഈശ്വരനും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു തനി ശരീരത്തിന് മാത്രം, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിക്കുന്നത്, വേറെ ഒരു ചിന്തയുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ രീതിയിലുള്ള താഴ്ന്ന നിലയിലുള്ള ഒരു മനോഭാവവും അന്ധകരണവുമായിരിക്കും ഉണ്ടാവുക. ഇനി ഗുണങ്ങളിൽ ഇങ്ങനെ തന്നെ നിൽക്കുമ്പം ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും നിൽക്കുന്നവർ പിന്നെ അതിൽ നിന്ന് മോചിതരായിട്ട് എങ്ങനെയാണ് സത്വഗുണം പ്രാപിക്കുന്നത് എന്നാണ് അർജുനന്റെ അടുത്ത ചോദ്യം. ചോദിക്കാണ് ഭഗവാനെ, അതെങ്ങനെയാണ് നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. ദൃഷ്ട എന്ന് വെച്ചാൽ എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, ഒന്നിലും ഇടപെടില്ല. അതാണ് സാക്ഷിഭൂതം എന്ന് പറയണം. എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ബോധസ്വരൂപനായ ആത്മാവ്. ആത്മാവ് വെറും സാക്ഷിയാണ്, ഒന്നിലും ഇടപെടില്ല. ഗുണങ്ങളിൽ നിന്നും ഭിന്നമായ ഒരു കർത്താവിനെ കാണുന്നു. അപ്പോ ഗുണങ്ങളിൽ നിന്നും മാറി അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാക്ഷിഭൂതനായിട്ട് നിൽക്കുമ്പം ബോധസത്യത്തെ അറിയുവാനായിട്ട് ഇടവരും. ആ സമയത്ത് ആ ആത്മാവിന് പരമാത്മാവായ ഭഗവാനെ അറിയുവാനുള്ള ജ്ഞാനം ലഭിക്കുന്നു. അങ്ങനെ സാക്ഷിഭൂതം, അതായത് രജ തമ കർമ്മങ്ങളിലൊന്നും ഇടപെടാതെ അതൊക്കെ നടക്കുന്നു, എല്ലാം നടക്കും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ സാക്ഷിയായിട്ട് മാത്രം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ അടുത്തെത്തേക്കാൻ, ഭഗവാനെ പ്രാപിക്കുവാൻ, എന്നെ പ്രാപിക്കുവാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്റെ സ്ഥിതിയെ പ്രാപിക്കുവാനായിട്ട്. എന്റെ സ്ഥിതി എന്താണ്? സത്വഗുണം, സത്വസ്ഥിതി. ഗുണമുക്തി രഹസ്യം. ബോധഹനമായ സത്യവസ്തുവിൽ മായ ഉണ്ടാക്കി മാറി മാറി മറിക്കുന്നതാണല്ലോ ഗുണങ്ങൾ.
പ്രകൃതിയും ഗുണസംഭവ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാനിന് മുമ്പ് അല്ലേ. അപ്പോ ഗുണങ്ങൾക്കനുസരിച്ചാണ് കർമ്മങ്ങൾ രൂപം കൊള്ളുന്നത്. ഗുണം മാറിയാൽ കർമ്മം മാറും. രജോ ഗുണി ചെയ്യുന്ന ഗുണം സത്വ ഗുണി ചെയ്യില്ല, തമോ ഗുണി ചെയ്യുന്ന ഗുണം രജോ ഗുണി ചെയ്യില്ല. അപ്പം തമോ ഗുണിക്ക് രജോ ഗുണത്തിലേക്കും സത്വഗുണത്തിലേക്കും മാറ്റം വരുത്താം. നമ്മള് പിന്നെ അജാമിലന്റെയും വാത്മീകിയുടെയും കഥ കൊണ്ട് അത് മനസ്സിലാക്കിയതാണ്. ആ സ്വഭാവം മാറുമ്പം, അവരുടെ കർമ്മം മാറുമ്പം അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം ഗുണങ്ങൾ മാറിയാൽ കർമ്മവും മാറും. ഗുണങ്ങൾ മാറി മറിഞ്ഞ് വരുന്നവയായകൊണ്ട് അവയ്ക്ക് പാടെ ഒഴിഞ്ഞു പോകാനും കഴിയും. എന്ന് വെച്ചാൽ മാറി മാറി വന്നോണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ ഒരു രജോ ഗുണിക്ക് നിശ്ചയമായിട്ടും പൂർണ്ണമായിട്ട് രജോ ഗുണം തള്ളിക്കളഞ്ഞ് സത്വഗുണത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ തമോ ഗുണത്തിലേക്ക് പോവാം, തിരിച്ചും. അങ്ങനെയാണ് എല്ലാ ഗുണങ്ങൾക്കും പരസ്പരം. അതാണ് ഈ ഗുണപ്രവർത്തനത്തിന്റെ രഹസ്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാല് ഏതിലും എപ്പോഴും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ സാക്ഷിഭൂതരായിട്ട് നിൽക്കാൻ പഠിക്കും. എല്ലാം ആത്മാവ് കണ്ടുകൊണ്ടിരിക്കും, ഒന്നിലും ഇടപെടില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു മാറ്റം. ഇപ്പൊ എന്താണ് മനസ്സിലാക്കുന്നത്? പിന്നെ മരുഭൂമിയിലെ കാനൽ ജലം, ഈ സത്വഗുണ പ്രധാനായ പിന്നെ ആൾക്ക്, അതായത് സത്വഗുണ പ്രധാനായ ആള് സാക്ഷിയായി നിൽക്കുന്ന ആള് ആത്മാവ് എന്ത് മനസ്സിലാക്കുന്നു? മരുഭൂമിയിലെ കാനൽ ജലം കാണുന്നു, മരീചിക കാണുന്നു. ആ കാനൽ ജലം കാണുമ്പം അതിൽ വെള്ളമില്ല എന്ന് അങ്ങേർക്കറിയാം. അത് വെള്ളമല്ല, അത് വെറും തോന്നലാണെന്ന് മനസ്സിലാവുന്നു ഇല്ലേ. ഒരു മാറ്റവും അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ വെള്ളമില്ല എന്നറിയാം. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നത് മനസ്സിലാകും. ആ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നുമില്ല, അതിനെപ്പറ്റി ആവശ്യപ്പെടുന്നുമില്ല, അതിനെപ്പറ്റി ആകാംക്ഷപ്പെടുന്നുമില്ല. അതാണ് സാക്ഷിഭാവം എന്ന് പറയുന്നത്. ആത്മാവിന്റെ സാക്ഷിഭാവം ജീവാത്മാവ് ഗുണപ്രവർത്തനങ്ങളിലേക്ക്, ഗുണസംഘ പ്രവർത്തനങ്ങളിൽ നിസ്സംഗനായി നിൽക്കുന്നതിനാണ് പിന്നെ ആത്മാവിന്റെ സാക്ഷിഭാവം എന്ന് പറയുന്നത്. അപ്പോഴെന്താണ് അപ്പൊ ഭഗവാൻ ആരാണ്? ഗുണാതീതനാണ്. അപ്പൊ ഈ സാക്ഷിയായിട്ട് നിൽക്കുന്ന ജീവാത്മാവിന് ഗുണഗണങ്ങളെ പറ്റി ഒരു മൈൻഡുമില്ലാതെ നിൽക്കുന്ന ഒരു ജീവാത്മാവിന് ഭഗവാന്റെ സത്വഗുണപ്രധാനനായ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ഗുണാതീതനായ ഭഗവാന്റെ ഗുണങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാതെ ഭഗവാൻ മാറി നിന്നെല്ലാം വീക്ഷിക്കുന്നത് പോലെ ഈ സത്വഗുണ പ്രധാനിയായ ജീവാത്മാവിന് അത് സാധിക്കും. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? അങ്ങനെ ജ്ഞാനിയായി തീരുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത്. താതാത്മ്യ അനുഭൂതി എന്ന് പറയുന്നത് ബ്രഹ്മവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഈശ്വര സാക്ഷാത്കാരം നേടുക, മുക്തി നേടുക, പരമാത്മസ്ഥിതി എന്ന് പറഞ്ഞ പരമാത്മന്റെ ആ സ്ഥിതിയിലേക്ക് പ്രാപിക്കുക എന്ന് പറയുന്നത്. ഗുണവിമുക്തി തന്നെയാണ് മോക്ഷം എന്ന് ഉറപ്പിക്കുകയാണ് അടുത്ത. അതായത് ഗുണങ്ങളില്ലാതെ ആവുന്ന അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനെന്താണ്? ഗുണാനേതാൻ അനിത്യത്രീൻ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈഹി വിമുക്തോ അമൃതമശ്നുതേ. ഈ ദേഹി ദേഹസമുദ്ഭവാൻ, ദേഹത്തിൽ നിന്ന് രൂപം, ഒരു ദേഹമുണ്ടെങ്കിൽ അതൊരു ദേഹിയാണ് ആത്മാവ്. ഈശ്വരന്റെ ഈശ്വരാംശം. അത് ഏതാൻ ത്രീൻ ഗുണാൻ, ആ ആത്മാവ് ദേഹത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? പരമാത്മാവ് ജീവാത്മാവായിട്ട് ഒരു ശരീരത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ, ദേഹത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? ഈ മൂന്ന് ഗുണങ്ങളും കാണുന്നു ഇല്ലേ. പക്ഷേ അതിൽ നിന്ന് അതീതനായാൽ, ഏതാൻ അതീത്യ, അതിനെ ഒഴിച്ചു മാറ്റുകയാണെങ്കിൽ ജന്മമൃത്യുജരാ ദുഃഖ വിമുക്തനാവും. അതായത് സാക്ഷിഭൂതനായിട്ട് നിൽക്കുകയാണെങ്കിൽ ജനനം, മരണം, ജീർണത തുടങ്ങിയ അവസ്ഥകളെ പറ്റി ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതിൽ നിന്നെല്ലാം മോചനം കിട്ടും. മോചനം കിട്ടി അമൃതം അശ്നുതേ. അമൃതം എന്ന് വെച്ചാൽ എന്താണ്? അമൃതയില്ലാത്ത അവസ്ഥ. അതെന്താണ്? ഭഗവാന്റെ അവസ്ഥയാണ് അമൃതാവസ്ഥ. ആനന്ദ സ്വരൂപനായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ജീവൻ ദേഹാദി ഉത്പാദിപ്പിക്കുന്നതായ 3 ഗുണങ്ങളെയും ഒഴിച്ചു മാറ്റിയാണെങ്കിൽ, അപ്പൊ ഒരു ഗുണവും പാടില്ല. സത്വഗുണവും ഇല്ല, രജോ ഗുണവും ഇല്ല, തമോ ഗുണവും ഇല്ല. ഗുണത്തിന് അതീതനാവണം. ഗുണങ്ങൾക്ക് അതീതനായി തീരുമ്പോ ജനന മരണ ജീർണത ആദിയായ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന യാതൊരു ദുഃഖങ്ങളും
അങ്ങേർക്കുണ്ടാവുന്നില്ല. അങ്ങേർക്കുണ്ടാതെ അനന്ത സ്വരൂപനായ ബ്രഹ്മരൂപം പ്രാപിച്ച് ഇരിക്കുന്നു. നമ്മുടെ എല്ലാ ശ്രേഷ്ഠരായ യോഗിമാരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. രമണ മഹർഷിയോ നാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമികളോ ശങ്കരാചാര്യ സ്വാമികളോ ശ്രീരാമകൃഷ്ണ പരമഹംസനോ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയധികം മഹാപുരുഷന്മാര് നമ്മുടെ ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ ഇതായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അമൃതമശ്നുതേ, അവർ അമൃതത്വം പ്രാപിച്ചവരാണ്. അവര് ആ സത്യസ്വരൂപനായ ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ സദാ മുഴുകി കഴിയുന്നവരാണ്. മായ ഉണ്ടാക്കി കാണിക്കുന്ന ജഡപരിണാമഘട്ടങ്ങളാണ് ഗുണങ്ങൾ. ഈ പരിണാമഘട്ടങ്ങൾ ബോധാംശത്തിൽ ഉണ്ടാകുന്ന ബന്ധമാണ് ദേഹബന്ധം. ദേഹബന്ധത്തിൽപ്പെടുന്ന ബോധാംശം ഈ ജഡ പരിണാമ ഘട്ടവുമായി താതാത്മ്യപ്പെട്ട് സ്വന്തം അനന്തതയും ആനന്ദ സ്വരൂപവും വിസ്മരിക്കുവാൻ ഇടവരുന്നു. അതായത് ദേഹമാണ് നാം എന്ന് വിചാരിക്കുമ്പോൾ, ആത്മാവ്, നമ്മൾ ഉള്ളിക്കുന്ന ആത്മാവ് ദേഹവുമായിട്ട് തന്നെ ബന്ധിക്കുമ്പോൾ, ദേഹവുമായിട്ട് തന്നെ ബന്ധിപ്പിച്ച് ഞാന് ഈ ദേഹമാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അനന്തവും താൻ അനന്തനും ആത്മസ്വരൂപനും ആനന്ദ സ്വരൂപനുമുള്ള യാഥാർത്ഥ്യം മറന്നു പോകുന്നു. നമ്മുടെയൊക്കെ അവസ്ഥ യാഥാർത്ഥ്യം മറന്നു പോയിട്ട് നമ്മള് ബോധാംശം പരിണമപ്പെട്ട് നമ്മൾ ജീവാത്മാക്കളാണ്, ജീവനായിട്ട് അങ്ങനെ ജീവിക്കുന്നു. തുടർന്ന് ജഡസ്വഭാവങ്ങളായ ജനനം, മരണം, ജീർണത ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളായി തീരുന്നു. ഇതാണ് ജീവന്റെ സംസാര ബന്ധം. സംസാരത്തിൽ ബന്ധിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥാണ്? നമ്മുടെ ദേഹവുമായിട്ട് നമ്മുടെ ആത്മനെ നമ്മുടെ ദേഹമാണെന്ന് കരുതി അതിലെ ഗുണങ്ങളെയൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിൽ വരുന്ന ജനനവും മരണവും ദുഃഖവും ജീർണതയും ഒക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടും കുറച്ച് സുഖിച്ചും കുറച്ച് ദുഃഖിച്ചുമൊക്കെ കഴിയുന്ന ആ അവസ്ഥ, അതിനാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് സംസാര ബന്ധം. ഗുണപരിണാമഘട്ടങ്ങൾ മാറി മാറി വരുന്നതോടെ പല രൂപത്തിലും ജനിച്ചും ജീർണിച്ചും മരിച്ചും നമ്മൾ ഈ സംസാര ചക്രത്തിൽപ്പെട്ട് ഉഴലുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും മനുഷ്യരായി ജനിക്കണം എന്നില്ല. നമ്മുടെ ഗുണങ്ങളുടെ ഭേദമനുസരിച്ച് മനുഷ്യനാവാം, മൃഗമാവാം, പക്ഷിയാവാം, ദേവനാവാം, വളരെ ബ്രഹ്മജ്ഞനാവാം, എന്ത് വേണമെങ്കിലും ആവാം. നമ്മുടെ ഗുണം എങ്ങനെയായിരുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ജന്മം ഉണ്ടാവുന്നത്. എന്താണ് ഇപ്പൊ ഇതിനൊരു മാർഗം എന്താണ്? ഈ ഗുണബന്ധം പിന്നെ ഈ ജഡബന്ധവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക, അത് മാത്രം. ജഡബന്ധം വെടിയല്ലാതെ വേറെ യാതൊരു മാർഗവും അതിനില്ല. അതെങ്ങനെ സാധിക്കും? ആദ്യം തന്നെ തമസ്സും രജസ്സും മാറ്റി നിർത്തണം. നമുക്ക് തന്നെ നമ്മളുടെ സ്വഭാവം നമ്മൾ ആത്മപരിശോധന ചെയ്യുമ്പോൾ നമ്മളിലെ പിന്നെ നമ്മളിലെ തന്നെ തമോ ഗുണവും രജോ ഗുണവും നമുക്ക് മനസ്സിലാവും, തീർച്ചയായിട്ടും മനസ്സിലാവും. അതിനെ നമ്മൾ ഇനിയും വെച്ചു പുലർത്തില്ല എന്ന് തീരുമാനിച്ച് അതിനെ ആദ്യം മാറ്റി നിർത്തണം. അതിനെ മാറ്റി നിർത്തിയിട്ട് സത്വഗുണം വളർത്തണം. സത്വഗുണം വളർത്തി അതിനുള്ള ഉപായങ്ങളാണ് സാധനകൾ. ഈശ്വര സാധനങ്ങളൊക്കെ നമ്മൾ ഈശ്വര മാർഗത്തിലേക്ക് ചരിക്കുന്ന എല്ലാ സാധനകളും ഈ സത്വഗുണത്തെ പോഷിപ്പിക്കുവാനുള്ള അപ്പൊ ഇങ്ങനെ ഒഴിച്ചു മാറ്റപ്പെട്ട ബാക്കി രണ്ട് ഗുണങ്ങളും മാറുമ്പോഴത്തേക്കും നമ്മുടെ ആനന്ദം, സത്വഗുണത്തിൽ നമുക്ക് ആനന്ദം മാത്രമാണുള്ളത്, ദുഃഖമില്ല. നേരത്തെ പറഞ്ഞല്ലോ. രജോ ഗുണത്തിലാണ് സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നത്. തമോ ഗുണത്തിൽ ഉയർച്ചയില്ല, ദുഃഖം തന്നെയാണ് എപ്പോഴും, ഒന്നിനും ഒരു ഇതുണ്ടാവില്ല. സത്വഗുണത്തിലാണെങ്കിൽ എപ്പോഴും ആനന്ദമാണ്. അപ്പൊ ആ ആനന്ദാനുഭവം നമുക്ക് തെളിഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് നമ്മളിലെ തമോ ഗുണവും രജോ ഗുണവും ഉപേക്ഷിക്കണം. മനഃപൂർവ്വമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് സത്വഗുണ പ്രധാനമായ കാര്യങ്ങളിൽ തന്നെ മുഴുകിയിരിക്കാൻ പഠിക്കണം. സത്വഗുണ പ്രധാനമായ കാര്യങ്ങൾ മുഴുക, ചിന്തിക്കുക, വാക്കുകൾ പറയുക, അങ്ങനെ, അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ആകുമ്പം നമ്മൾ നിത്യശുദ്ധനും നിത്യബുദ്ധനും നിത്യമുക്തനുമാണെന്ന് മനസ്സിലാവും. അതായത് ആത്മാവെന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാവിന് ജഡബന്ധം വരുന്നത് കൊണ്ട് മാത്രമാണ് ഈ സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ജഡമല്ല ഞാൻ, ഈ ജഡശരീരമല്ല, ദേഹമല്ല, ജഡവ്യൂഹ മോഹമല്ല, മനസ്സല്ല, ബോധഹീന ചിദാനന്ദമൂർത്തികൾ നമ്മൾ. വിവേകാനന്ദ സ്വാമി പറയും, നമ്മൾ ഈ ശരീരവും ഈ ദേഹവും ഒന്നും അല്ല, നമ്മൾ ചിദാനന്ദ മൂർത്തികളാണ്, എപ്പോഴും ആനന്ദ സ്വരൂപമായ മൂർത്തികളാണെന്ന് അറിയാം. അതായത് ശ്രീരാമകൃഷ്ണദേവന്റെ മഹാസമാധി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് 13 പേരായിരുന്നു സന്യാസികൾ ആയിരുന്നില്ല, അവര് ശിഷ്യന്മാരായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ സമാധിക്ക് ശേഷം
വിവേകാനന്ദ സ്വാമിയാണ് എല്ലാവർക്കും സന്യാസ നാമങ്ങളും കൊടുത്ത് സന്യാസം നൽകുന്നത്. അവർക്ക് സന്യാസിമാരാവാന്ന് അവർ തീരുമാനിച്ചത്. അതുവരെ അവർ ഭഗവാന്റെ കൂടെ ഇങ്ങനെ ഭക്തരായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ കൂടെ തന്നെ താമസിച്ച് ആയിരുന്നു. അപ്പൊ അങ്ങനെ അപ്പം ഭഗവാൻ പറയാണ്, നമ്മള് ജഡവ്യൂഹ എന്നൊന്നുമല്ല, നമ്മള് ബോധാനന്ദ സ്വരൂപന്മാരാണ്, അത് ആലോചിക്കൂ. അപ്പൊ ഈ മരണം, ജനനം ഇതൊന്നും നമ്മളെ ബാധിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല മനോഹരമായ കവിതയുണ്ട്. അപ്പൊ അതിലാണ് ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഈ ജഡവ്യൂഹമല്ല, നമ്മള് ആനന്ദ സ്വരൂപരാണ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അമൃതത്വം എന്ന് പറയുന്നത് ഈ ഗുണാതീത അവസ്ഥയ്ക്കാണ് അമൃതത്വം എന്ന് പറയുന്നത്. ഗുണാതീത സ്ഥിതി വിവരിച്ചപ്പം ഗുണാതീതന്റെ ലക്ഷണം എന്തെല്ലാമാണെന്ന് അർജുനൻ അറിയണം. എന്താണ് ഗുണാതീതന്റെ ലക്ഷണം എന്ന് ചോദിക്കുക. ഇപ്പൊ ഗുണാതീത സ്ഥിതി എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഗുണാതീതം എന്തെന്ന് അറിയില്ലല്ലോ, അപ്പൊ അതിന്റെ ലക്ഷണം എന്താണ്? അർജുന ഉവാച കൈർലിംഗ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ശൈതാൻ ത്രീൻ ഗുണാന നിവർത്തതേ. അല്ലയോ ഭഗവൻ, ഏതാൻ ത്രീൻ ഗുണാൻ, ഈ മൂന്ന് ഗുണങ്ങളെയും അതീത കടന്നു പോയ ആൾ, അതായത് ഗുണാതീതൻ. ഭഗവാൻ ഗുണാതീതനാണ്. കൈലിംഗൈ ഭവതി, ഏതെല്ലാം ലക്ഷണങ്ങളാണ് അയാൾക്കുള്ളത്? അയാളെ കണ്ട എങ്ങനെ ഇരിക്കും? ഹിമാചാര, അയാളെ കണ്ട ലോകത്ത് അയാൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുക നമുക്ക് അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റൂലേ? അതെങ്ങനെയൊക്കെ എന്തൊക്കെയായിരിക്കും അയാൾ ചെയ്യുക? ത്രീൻ ഗുണാൻ, ഈ മൂന്ന് ഗുണങ്ങളെയും അതിവർത്തത, എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്? അങ്ങനെ ഇതിനെ അതീതമായിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ മൂന്ന് ഗുണങ്ങളെയും കടന്ന ഗുണാതീതനായ ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലോകത്ത് അദ്ദേഹത്തിന്റെ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഈ മൂന്ന് ഗുണങ്ങളെയും കടന്ന് എങ്ങനെയാണ് പിന്നെയും ജീവിച്ചിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഗുണാതീതത്വം സാധ്യമാണോ എന്ന് തന്നെയാണ്. ഇവിടെ ജീവിച്ചിരിക്കവേ തന്നെ ഗുണാതീത സ്ഥിതി നേടാമെന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത്. അത് കേട്ട അർജുനന്റെ ഉള്ളിൽ മൂന്ന് സംശയങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഗുണാതീത സ്ഥിതി ശരീരം ഇരിക്കവേ തന്നെ നേടാൻ കഴിയുമെങ്കിൽ ആ അവസ്ഥയിൽ ഗുണാതീതന്റെ ആന്തരമായ അനുഭവസ്ഥിതി എന്തായിരിക്കും? അയാൾ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഗുണാതീതനാണെന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആന്തരികമായ ഭാവം എന്തായിരിക്കും? പുറമേ അദ്ദേഹം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറും? ദേഹത്തിലിരിക്കവേ തന്നെ ദേഹം വിടുന്ന അവസ്ഥയാണല്ലോ ഗുണാതീത സ്ഥിതി. ഈ നിലയിൽ ഗുണാതീതൻ എങ്ങനെയായിട്ട് എങ്ങനെ നിലനിൽക്കും? ഈ മൂന്ന് ചോദ്യങ്ങൾക്കാണ്. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വാമിയെ നോക്കിയാൽ മതി. ഗുണാതീതനായ സ്വാമി നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ. ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരത്തിന് ഭഗവാന് ഇതുപോലെ ഇതിനു മുമ്പ് അർജുനൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഭയങ്കര ഉപകാരമാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കല്. എന്താണ് ചോദിച്ചത്? സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയൊന്ന് പറഞ്ഞു തരുമോ സ്വാമി എന്ന് ചോദിച്ചു. അപ്പൊ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളൊക്കെ സ്വാമി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഭക്തന്റെ ലക്ഷണം എന്തൊക്കെയാണ്? ഭഗവാൻ ഇഷ്ടമുള്ള ഭക്തൻ ആരാണ്? അതും ഭഗവാൻ 12-ാമത്തെ അധ്യായത്തിൽ സ്ഥിരമായിട്ട് വിരിച്ചു കൊടുത്തു. എനിക്ക് ഭക്തിയുള്ള ആരാണ് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഏതൊരു പിന്നെ സാധാരണക്കാരനും ലൗകിക ജീവിതം നയിക്കുന്ന ഏതൊരാൾക്കും അസാധ്യമാവെന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് ഈ ജീവൻ മുക്തന്റെ അവസ്ഥ. ജീവൻ മുക്തൻ എന്ന് വെച്ചാൽ ഗുണാതീതനായി ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ പ്രാവശ്യം വിവരിച്ചു കണ്ടത് മാത്രം അത് ഹൃദയത്തിൽ അങ്ങനെ പതിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും 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 വിശുദ്ധപ്രജ്ഞൻ, ഭക്തൻ, ഭക്തൻ, യോഗ്യൻ എന്നൊക്കെ പിന്നെയും പിന്നെയും ഭഗവാൻ അത് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം ഒന്നോ രണ്ടോ തവണ കേട്ടത് കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല, അർജുനനും മനസ്സിലാവില്ല. ആ സ്ഥിതി വിവരണം ആവർത്തിച്ച് അർജുനൻ ചോദിക്കാനും ഭഗവാൻ സന്തോഷപൂർവ്വം മറുപടി പറയാൻ ഇടയാകുന്നത് ഈ ജീവൻ മുക്തന്റെ സ്ഥിതി എന്താണെന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ വീണ്ടും 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 പറയുകയും ആലോചിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യണം, എന്നാൽ മാത്രമേ മനസ്സിലാവൂ. അതാണ് ഭഗവാൻ സന്തോഷപൂർവ്വം ഉത്തരം പറയുന്നത്. അപ്പൊ ഗുണാതീതന്റെ ആന്തരമായ അനുഭവസ്ഥിതി എന്താണെന്നൊരു ചോദ്യം ചോദിച്ചല്ലോ, അതിന്റെ മറുപടിയാണ് അടുത്ത 2 പദ്യങ്ങളിൽ ഭഗവാൻ പറയാമാണ്. ഗുണാതീതന്റെ ആന്തരമായ അനുഭവസ്ഥിതി. ഗുണാതീതം എന്ന് വെച്ചാൽ ജീവൻ മുക്തനായിട്ടിരിക്കുന്ന ഒരാള്, അങ്ങേരുടെ ആന്തരികമായ മനസ്ഥിതി എന്താണ്? പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന വേഷ്ടി സ്വപ്നപ്രവർത്താനി ന നിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനഃ ഗുണര്യോ ന വിചാല്യതേ.
ഗുണാവർത്തന്ത ഇത്യേവ യോ അതിതിഷ്ഠതിക നെങ്കതേ. അതായത് പാണ്ഡവ, പ്രകാശം ച, ഗുണാതീതന് പിന്നെ സത്വഗുണത്തിന്റെ പിന്നെ ലക്ഷണം എന്താണ്? പ്രകാശം. പ്രകാശവും പ്രവൃത്തിഞ്ച, രജോ ഗുണസ്വരൂപമായ പ്രവൃത്തിയും, മോഹം ഏവച, തമോ ഗുണസ്വരൂപമായ മോഹവും, സംപ്രവർത്താനി, പ്രവർത്തം ആരംഭിക്കുന്ന സ്ഥിതിയിൽ തന്നെ അവയെ ന ദ്വേഷ്ടി, ഉള്ളുകൊണ്ട് വെറുക്കുന്നില്ല. അതായത് ഗുണാതീതനായ ഒരാള് ഈ പ്രകാശത്തെയോ അല്ലെങ്കിൽ പ്രവൃത്തിയെയോ അല്ലെങ്കിൽ മോഹത്തെയോ ഒന്നിനെയും തന്നെ വെറുക്കുന്നില്ല, ഉള്ളുകൊണ്ട് ഒന്നിനെയും വെറുക്കുന്നില്ല. നിവൃത്താനി, അവയെ നിവർത്തിച്ച് അവയേന കാക്ഷതി, അവ അതൊക്കെ അതിലേതെങ്കിലും ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഗുണാതീതൻ ഉദാസീനവത് ആസീന, കണ്ടാൽ തോന്നും ഒരു ഉദാസീനനായിട്ടിരിക്കുന്നു എന്ന് തോന്നും, ഉദാസീനനായിട്ടിരിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഗുണങ്ങളൊന്നും വിശേഷ വിധിയായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഗുണങ്ങൾ മായാകാര്യങ്ങളായി ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ എന്ന് കരുതി വിവേകപൂർവം അവയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഗുണം എപ്പോഴും ഉണ്ട്, ഗുണാതീതനായാൽ അതിനെപ്പറ്റി പൂർണ്ണമായി ബോധവാനായിക്കൊണ്ട് അതിൽ നിന്ന് മാറി സാക്ഷിയായിട്ട് നിൽക്കുന്നു. അല്ലയോ അർജുന, ഗുണാതീതൻ സത്വഗുണസ്വരൂപനായ പ്രകാശവും രജോ ഗുണസ്വരൂപമായ പ്രവൃത്തിയും തമോ ഗുണസ്വരൂപമായ മോഹവും തന്നെ പ്രവർത്തനമായിരിക്കുന്ന സ്ഥിതിയിൽ ഉള്ളുകൊണ്ട് വെറുക്കുന്നില്ല. ഇത് മൂന്നും കണ്ടാലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വെറുപ്പൊന്നും ഉണ്ടാവുന്നില്ല. ഉദാസീനനെ പോലെ വർത്തിച്ചുകൊണ്ട് ഗുണങ്ങളാൽ ഒന്നും വിശേഷവിധിയായി ചലിക്കപ്പെടുന്നില്ല. അതായത് തമോ ഗുണം കൊണ്ടോ രജോ ഗുണം കൊണ്ടോ സത്വഗുണം കൊണ്ടോ അങ്ങനെ ഇളക്കാനൊന്നും പറ്റില്ല. ഞാനല്ലേ, നമുക്ക് ഏറ്റവും ഈ പദ്യം നമുക്ക് മനസ്സിലാവാൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമ്മൾ ഭഗവാനെ ആലോചിച്ചാൽ മതി. ഭഗവാന്റെ ഓരോ പ്രവൃത്തികളും ഓരോ രീതികളും പിന്നെ ദർശനവേളയിൽ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ആലോചിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ്, ഒന്നുകൊണ്ടും ചലിക്കപ്പെടുന്നില്ല. നമ്മൾ തമോ ഗുണം കണ്ടാലും ഇല്ല, രജോ ഗുണം കണ്ടാലും ഇല്ല, സത്വഗുണം കൊണ്ടാലും ഇല്ല, ഒന്നുകൊണ്ടും അദ്ദേഹം ചലിക്കപ്പെടില്ല. അതുകൊണ്ട് കാരണം ഈ ഗുണങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും, അത് മായയാണ്, മായാകാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ട് അവനവന്റെ ആത്മാനുഭവത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്നു. മായയുടെ ഗുണപ്രവർത്തനം മരുഭൂമിയിൽ കാനൽ ജലം പോലെ വസ്തുവിൽ സദാ മാറി മാറി പ്രതിഭാസിക്കുന്ന സ്വഭാവമാണ്. അതായത് മരുഭൂമിയിലെ കാനൽ ജലം എന്താണ്? മുന്നോട്ട് പോകുന്തോറും അത് നീങ്ങി പോകും. ഒരിക്കലും വെള്ളത്തിലില്ല, വെള്ളം ഉണ്ടെന്ന ഫീലിംഗേ ഉള്ളൂ, വെള്ളമില്ല അവിടെ. പക്ഷെ വെള്ളം ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മുന്നോട്ട് പോകുന്തോറും ആ കാനൽ ജലം നീങ്ങി പോവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതുപോലെയാണ് ഗുണങ്ങളും പ്രതിഭാസിക്കുകയാണ്. അത് ഈ സ്വഭാവം വസ്തുവിനെ അണുപോലും ബാധിക്കും. വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം, അതിനെ ഒട്ടും ബാധിക്കില്ല. ഈ പ്രതിഭാസത്തിൽപ്പെട്ട പരിമിതപ്പെടുത്തുന്ന ബോധാംശം ജനരൂപങ്ങളായ ഗുണങ്ങളിൽപ്പെട്ട് വീഴേണ്ടി വരുന്നു. അപ്പൊ ഇത് വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോകുന്ന ആ ജഡസ്വരൂപികളായ ആൾക്കാർക്ക് നിരാശ ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ. ഗുണാതീതമായ പൂർണ്ണവസ്തുവാണെന്ന് താനെന്ന അനുഭവമുള്ള ഒരാൾക്ക് പരിണാമങ്ങൾ എന്തുണ്ടായാലും അതിലൊന്നും ഒരു വ്യത്യസ്തതയും തോന്നുന്നില്ല. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളവും ഇല്ലെന്ന് അറിയുന്ന ആൾ അവിടെ കാനൽ ജലം കണ്ടാലും കണ്ടില്ലെങ്കിലും രണ്ടായാലും അങ്ങർക്ക് ഒരേ അനുഭവം തന്നെയാണ്. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്നു, അപ്പൊ കാനൽ ജലം കണ്ടാലും അറിയാം അതില്ലെന്ന്, കണ്ടില്ലെങ്കിലും അറിയാം അവിടെ വെള്ളമില്ല എന്നില്ലേ? അതാണ്. അപ്പോ ഉണ്ടെന്ന് തോന്നുന്ന വെള്ളത്തോട് അദ്ദേഹത്തിന് ദ്വേഷമില്ല, ഇല്ലാത്ത വെള്ളം കിട്ടാൻ കൊതിക്കുന്നുമില്ല. അതുപോലെ തന്നെ ദേഹത്തോടു കൂടിയിരിക്കുന്ന ജീവൻ മുക്തന് ദേഹാദി ഗുണഭാവങ്ങളിലെ പ്രകാശമോ പ്രവൃത്തിയോ മോഹമോ ഇതൊന്നും ഉണ്ടെന്ന് തോന്നിയാൽ അവയോടൊരു വെറുപ്പും തോന്നുന്നില്ല, ഇല്ലെന്ന് തോന്നിയാൽ അവ വേണമെന്നും തോന്നുന്നില്ല. ഇത് ഗുണാതീതന്റെ ആന്തരമായ അനുഭവമാണ്. ആന്തരാനുഭവം എന്തെന്നല്ലേ ചോദിച്ചത് അർജുനൻ. അപ്പൊ ഗുണാതീതന്റെ ആന്തരാനുഭവം എന്താണ്? കാനൽ ജലം, വെള്ളം മരുഭൂമിയിൽ ഇല്ല എന്ന് അറിയാം. അതുകൊണ്ട് കാനൽ ജലത്തിന് വേണ്ടി മുന്നോട്ട് പായുന്നുമില്ല, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിനുവേണ്ടി മോഹിക്കുന്നുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ ആന്തരമായ ഭാവം. അതായത് പ്രകാശപ്രവൃത്തി മോഹാദികളിൽ വ്യവഹരിക്കുന്നത് പോലെ തോന്നും, പക്ഷേ
ഈ ഗുണങ്ങളുമായിട്ടൊന്നും അദ്ദേഹത്തിന് ബന്ധമില്ലെന്നും താൻ പൂർണ്ണ ആനന്ദ സ്വരൂപനാണെന്നും അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ ഒറ്റ ഉദാഹരണം സ്വാമിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഉള്ളത്. സ്വാമിയാണ് നമ്മൾ അങ്ങനെ കണ്ടിരിക്കുന്നത്. ഇതെല്ലാം സ്വാമിക്ക് പറ്റിയ പിന്നെ ചൊല്ലുകളാണ്. ഇതേ ഭാവത്തിലാണ് ഭഗവാൻ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ രണ്ടുപേരിൽ അപ്പൊ ഭഗവാൻ രണ്ടുപേര് ഇപ്പൊ നമ്മൾ രണ്ടുപേര് കലഹിക്കുമ്പം ഒരാൾ മാറി നിന്ന് കൈകെട്ടുന്ന് കാണുകയാണ്. രണ്ടുപേരുടെ ആ കൂടെ ഇടപെടില്ല, ഒന്നിലും ഇടപെടാതെ മാറി നിൽക്കുന്നിരിക്കട്ടെ. ആ രണ്ടുപേരിൽ ആര് ജയിച്ചാലും തോറ്റാലും ഈ മാറി നിൽക്കുന്ന ആൾക്ക് ഒരു പ്രശ്നവുമില്ല. അത് എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? ഉദാസീനൻ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല, അങ്ങേര് അതിന് അതീതനായ ആൾക്കാണ്. അങ്ങേർക്ക് മോഹമില്ല, സംഘമില്ല. അതുകൊണ്ട് ഗുണാതീതനാണ്. ഒന്നുമില്ല. അപ്പൊ അവർ രണ്ടുപേരും വഴക്ക് കൂടുന്നു. ആര് ജയിച്ചാലും ആര് തോറ്റാലും പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ഒരു ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് കഴിയുന്നു. താൻ നിത്യമുക്തനായ ആത്മാവാണ്. വ്യക്തമായ വിവേക അനുഭവത്തിന്റെ ഫലമായി ഗുണങ്ങൾ എന്തെല്ലാം കോലാഹലം കാണിച്ചാലും വന്നാലും മറഞ്ഞാലും നിന്നാലും ഒന്നും ആത്മനിഷ്ഠനായ ഗുണാതീതന്റെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടാകുന്നില്ല. അതങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം ഗുണാതീതന്റെ ആന്തരാനുഭവം ഇപ്പൊ പറഞ്ഞു. എന്താണ് ആന്തരാനുഭവം? സാക്ഷിയായിട്ട് രണ്ടുപേരും വഴക്കൂടുമ്പം മാറി നിന്ന ഒരാള് ഉദാസീനനായിട്ട് നിന്ന് കാണുന്നത് പോലെ. അതുപോലെ വെള്ളമുണ്ടോ വെള്ളമില്ലയോ അതെനിക്കൊന്നും പ്രശ്നമല്ല, അതൊന്നും പറ്റി ആഗ്രഹിക്കുന്നുമില്ല, അതിനെപ്പറ്റി നിരാശപ്പെടുന്നുമില്ല, അതിൽ ദ്വേഷിക്കുന്നുമില്ല. നമ്മളാണെങ്കിലോ വെള്ളമുണ്ടെന്ന് തോന്നി നമ്മൾ അങ്ങോട്ട് ചെന്നു, വെള്ളം കിട്ടിയില്ലെങ്കിലോ നമുക്ക് എന്ത് ദേഷ്യം വരില്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളം ഉണ്ട്, വെള്ളം കിട്ടണമെന്ന് ചോദിച്ചൊന്നും വെള്ളം കിട്ടിയില്ല, നമുക്ക് എന്ത് ദേഷ്യം വരില്ലേ? പക്ഷെ ഗുണാതീതന്റെ ദേഷ്യം വരില്ല. അതാണ് അതിന്റെ കാര്യം. ഈ ഗുണാതീതന്റെ ആന്തരാനുഭവം ഇതാണ്. അപ്പൊ എപ്പോഴും ഒരു സാക്ഷിഭാവമാണ്. അതാണ് ഗുണാതീതന്റെ. അപ്പൊ അദ്ദേഹം ഇത് അനുഭവിക്കുന്ന ഇങ്ങനെ ഒരു സാക്ഷിഭൂതനാണെന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും? അതാണ് അർജുനന്റെ അടുത്ത ചോദ്യം. ശരി, ഗുണാതീതന് ഇതൊന്നും ബാധകമല്ല, ഇതൊന്നും ആത്മാനുഭവത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഇതാണ് അങ്ങേരെ അനുഭവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാകും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഗുണാതീതന്റെ ബാഹ്യ നടപടികൾ കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് വഴി? മനസ്സിലായില്ലേ? അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഗുണാതീതൻ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഭഗവാൻ അടുത്ത 2 പദ്യങ്ങളിൽ പറയുന്നത്. അതായത് സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയാ പ്രിയോ ധീര തുല്യ നിന്ദാത്മസംസ്തുതി. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാൻ സത്യസായി ബാബയാണ് ഈ ഗുണാതീതന് നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ, നമ്മുടെ മാതൃകയായിട്ട് മുമ്പ് നിൽക്കുന്നത്. സമ ദുഃഖ സുഖ, ദുഃഖത്തിലും സുഖത്തിലും സമഭാവന. സ്വസ്ഥമായ മനസ്സാണ്. മനസ്സിന് യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ല. ഒരു തരത്തിലുള്ള ആകാംക്ഷയോ ഒരു തരത്തിലുള്ള ഒരു ഉത്തേജനമോ ഒന്നും മനസ്സിലുണ്ടാവുന്നില്ല. ശാന്തമാണ്. സമലോഷ്ടാശ്മകാന്തന, ലോഷ്ടം കല്ലായാലും പിന്നെ മണൽക്കട്ടയാണെങ്കിലും കല്ലാണെങ്കിലും സ്വർണമാണെങ്കിലും ഒരേ ഭാവം. മൺകട്ട വെച്ചാലും സ്വർണം വെച്ചാലും ഒരു കല്ലുകൊണ്ട് വെച്ചാലും മൂന്നിനെ ഒന്നുപോലെ കാണാനുള്ള തുല്യ പ്രിയാ പ്രിയോ, പ്രിയത്തിലും അപ്രിയത്തിലും തുല്യഭാവമാണ്. തുല്യ പ്രിയ അപ്രിയോ. പിന്നെയോ ധീര തുല്യ നിന്ദാ സംസ്കൃതി. അതുപോലെ തന്നെ ധീരനാണ്. ധീരനായ അദ്ദേഹത്തിന് എന്താണ്? പ്രിയവുമില്ല അപ്രിയവുമില്ല, ഒന്നിലും ഇളകാത്തവനാണ് ധീരൻ എന്ന് പറയുന്നത്. സ്തുതിയായാലും നിന്ദയായാലും ഒരേ ഭാവം. നിന്ദിച്ചാലും കുഴപ്പമില്ല, സ്തുതിച്ചാലും കുഴപ്പമില്ല. രണ്ടിലും ഒരു ഭാവ വ്യത്യാസമില്ല. മാനവും അവമാനവും ആണെങ്കിലും അതുപോലെ തന്നെ. മാനവും അവമാനവും തുല്യമാണ്. മാനിച്ചാലും പ്രശ്നമില്ല, അവമാനിച്ചാലും പ്രശ്നമില്ല. മിത്രവുമില്ല, അരിയുമില്ല, ശത്രുക്കളുമില്ല. മിത്രവുമില്ല, ശത്രുക്കളുമില്ല. അവരെ സർവാരംഭ പരിത്യാഗിയാണ്. എന്താണ് ഈ സർവാരംഭ പരിത്യാഗി? തനിക്ക് വേണ്ടി ഒരു കാര്യവും തുടങ്ങില്ല. എല്ലാം ആരുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. അവന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാൾ, ഒരു കാര്യവും തുടങ്ങാൻ കൂട്ടാത്തക്കവൻ, അയാൾ ഗുണാതീത ഉച്ചത്. ഏറ്റവും ഗുണാതീതൻ ആരെന്ന് ചോദിച്ചാൽ സത്യസായി ബാബ എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് പറ്റും. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എത്രയോ കാലം കൊണ്ട് അനുഭവിക്കുന്ന സ്വഭാവവിശേഷമാണ് സ്വാമിയുടെ ഈ പറഞ്ഞത്. സുഖത്തിലും ദുഃഖത്തിലും മനസ്സിന്റെ സമനില കൈവിടാത്തവനും സ്വസ്വരൂപമായ ആത്മാവിൽ ഉറച്ച നിഷ്ഠയോടുകൂടിയുള്ളവനും മൺകട്ട, കല്ല്, സ്വർണം ഇവയെല്ലാം തുല്യഭാവത്തിൽ നോക്കി കാണുന്നവനും
പ്രിയത്തെയും അപ്രിയത്തെയും ഒരുപോലെ കരുതുന്നവനും ഒന്നിലും ഇളകാത്തവനും സ്തുതിയിലും നിന്ദയിലും ഒരേ ഭാവം പുലർത്തുന്നവനും മാനിച്ചാലും അവമാനിച്ചാലും ഒന്നുപോലെ കരുതുന്നവനും മിത്രം ശത്രു എന്ന വകഭേദമില്ലാത്തവനും തനിക്കായി സർവാരംഭ പരിത്യാഗി എന്ന് വെച്ചാല് ഒരു എല്ലാരും വിചാരിച്ചിട്ടുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണോ ആന്റി അതിന്റെ അർത്ഥം? സർവാരംഭ പരിത്യ, ചെയ്യാനുള്ള എല്ലാ ജോലികളും ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പരിത്യജിക്കുക, അതായത് ചെയ്യാതിരിക്കുകയാണെന്ന്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിന്റെ ഒരൊറ്റ ചാപ്റ്റർ, ഒരൊറ്റ ഒരു വേർഡിൽ പോലും പറഞ്ഞിട്ടില്ല അകർമ്മിയായിട്ടിരിക്കാൻ. എപ്പോഴും കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് അർജുന ഒരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യസായി ബാബ പറയും സ്വാമിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ലാസ്റ്റ് മോമെന്റ് വരെ എപ്പോഴും ഹി വാസ് വർക്കിംഗ്, എപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തനിക്ക് വേണ്ടി ഒരു കാര്യവും തുടങ്ങാൻ കൂട്ടാത്തവനായ സർവാരംഭ പരിത്യാഗി ആരുണ്ടോ അയാളാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഗുണാതീതൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ലോക വ്യവഹാരങ്ങളിൽ ഏതേതെല്ലാം നില പുലർത്തുന്നവനെ ഗണാതീതനെന്ന് വിളിക്കാം. ലൗകികങ്ങളായ സുഖാനുഭവങ്ങളിൽ തുള്ളിച്ചാടി സന്തോഷിക്കുകയും ദുഃഖങ്ങളിൽ കണ്ണുനീർ വാർത്ത് വിരമിക്കുകയാണല്ലോ സാധാരണക്കാരുടെ പതിവ്. ഇത് രണ്ടും മനസ്സിന്റെ സമനില നഷ്ടപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരുപാട് സന്തോഷം വരുമ്പോഴും നമുക്ക് സമനില നഷ്ടപ്പെട്ടു, ഒരുപാട് ദുഃഖം വരുമ്പോഴും സമനില നഷ്ടപ്പെട്ടു. അപ്പൊ ഒന്നുകിൽ തുള്ളിച്ചാടും അല്ലെങ്കിൽ പൊട്ടിക്കരയും. ഇത് രണ്ടും നമ്മൾ ചെയ്യും. ഈ രണ്ട് ഭാവങ്ങളിലും ഗുണാതീതൻ എന്താ ചെയ്യുന്നത്? സമഭാവത്തിലിരിക്കും, ശാന്തത കൈവിടില്ല. ഒരേപോലെ സമനില തെറ്റാതെ ഒരേ മുഖഭാവം, ശരീരഘടന ഒന്നിലുമില്ല ഒരു മാറ്റം, മുഖത്തിന്റെ ഒരു ചുളിവ് പോലും ഉണ്ടാവാതെ നോക്കും. അതാണ് എങ്ങനെയാണിത് സാധിക്കുന്നത്? കാരണം ഗുണാതീതൻ സ്വസ്ഥനാണ്, എപ്പോഴും ആത്മാവിൽ സ്വസ്ഥനായിരിക്കുന്നത് കൊണ്ട്. പരിതസ്ഥിതികൾക്കൊക്കെ ഉപരിയായിട്ട് സദാ സ്വരൂപമായ ആത്മനിൽ രമിക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞുകൂടുന്നതുകൊണ്ടാണ് ഈ ബാഹ്യമായ ഒന്നും അദ്ദേഹത്തെ ബാധിക്കാത്തത്. അദ്ദേഹത്തിന്റെ ആത്മനിഷ്ഠയ്ക്ക് എന്തുമാത്രം ഉറപ്പുണ്ട്! മൺകട്ടയായാലും കല്ലായാലും സ്വർണമായാലും ഒരേ ഈശ്വരഭാവം ദർശിച്ച് അവയെ തുല്യമായി കണക്കാക്കുന്നു. ആരെങ്കിലും ഇഷ്ടമുണ്ടെന്നോ ആരോടെങ്കിലും ദേഷ്യമുണ്ടെന്നോ ഒന്നുമില്ല. ഒരാൾ ഇഷ്ടം ചെയ്താലും അനിഷ്ടം ചെയ്താലും രണ്ടുപേരോടും ഒരുപോലെ തന്നെ പെരുമാറും. അതുപോലെ ഇതൊന്നും നമ്മളെ എൻ്റെ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് നന്നായിട്ട് അറിഞ്ഞ ആളാണ് ഗുണാതീതൻ. അതുപോലെ തന്നെ ഒരാൾ മുമ്പിൽ വന്ന് സ്തുതിച്ചാലും മറ്റൊരാൾ അതികഠിനമായിട്ട് നിന്ദിച്ചാലും രണ്ടും ഒരുപോലെ സ്വീകരിക്കും. ശാന്തമായിട്ട് തുല്യഭാഗത്തിൽ സദാ പ്രസന്നനായിട്ട് സ്വീകരിക്കും. ഒരാൾ മാല്യപുഷ്പാദികൾ നൽകി ബഹുമാനിച്ചാലും ചെരിവാരി എറിഞ്ഞാലും ഇത് തൻ്റെ ദേഹമല്ല എന്നുള്ള ഭാവത്തിലുള്ള ഗുണാതീതൻ രണ്ടും ഒന്നുപോലെ കരുതുന്നു. ബഹുമാനിച്ച ആളിനെ മിത്രമെന്നോ അവമാനിച്ച ആളിനെ ശത്രുവെന്നോ കരുതുന്നില്ല. തനിക്കായി അദ്ദേഹം ഒരു കാര്യവും പുതുതായി തുടങ്ങുന്നില്ല. മറ്റുള്ളവർക്കായി തുടങ്ങുമോ എന്ന് ചിലർ ചോദിച്ചേക്കാം. താൻ ചെയ്യേണ്ടതായി എന്തെങ്കിലും അവശേഷിക്കുന്ന എന്ന ഭാവത്തിൽ അദ്ദേഹം ഒന്നും തന്നെ തുടങ്ങില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർന്നു എന്ന് അനുഭവിക്കുന്ന ആളാണ് ഗുണാതീതൻ. ഇങ്ങോട്ട് വന്നു ചേരുന്ന കാര്യങ്ങൾ കർത്തൃഭാവം ലേശം പോലും, അതായത് സർവാരംഭ പരിത്യാഗി എന്ന് വെച്ചാൽ ഞാനല്ല ഒന്നും ചെയ്യുന്നതൊക്കെ ഭഗവാനാണ് എന്നുള്ള ഭാവമാണ് ഈ സർവാരംഭ പരിത്യാഗി എന്നുള്ള ഭാവം. വ്യവഹാര ദശയിൽ ഈ പറഞ്ഞ ആചാരങ്ങൾ ആരിൽ കാണപ്പെടുന്നു അദ്ദേഹത്തിനെ ഗുണാതീതൻ എന്ന് പറയാം. അപ്പൊ അർജുനനെ ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നമുക്കും മനസ്സിലായില്ലേ ആരാണ് ഗുണാതീതൻ എന്ന്? ഇതാണ്, ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഗുണാതീതനായിട്ടുള്ളത്. മേൽപ്പറഞ്ഞ ആചാരങ്ങളിൽ സമഗ്രഭാവം വ്യക്തമായ കാലയളവിൽ നമുക്ക് ഒരാളെ ഒരു പ്രത്യേക കാലയളവിൽ അതേ തന്നെ ഭഗവാന്റെ കാര്യം പറഞ്ഞു, സ്വാമിയുടെ കാര്യം പറയാൻ കാര്യം, നമ്മൾ എത്രയോ നാളായിട്ട് കാണുന്നതാണ് ഭഗവാന്. ഈ ഗുണാതീത അവസ്ഥയാണ് ഭഗവാന് സർവ്വസമയവും, ഒരു വ്യത്യാസം, ഒരു ചാഞ്ചല്യവും. എത്രയോ വർഷം നമ്മൾ കണ്ടു, എപ്പോഴും ഒരുപോലെ. അസുഖമായിരിക്കുമ്പോ പോലും നമ്മളാണ് വിചാരിക്കുന്നത് അസുഖം എന്നൊക്കെ, ഭഗവാൻ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതാണ് ദേഹബന്ധം ഒഴിച്ചു മാറ്റി ഗുണാതീതനായി തീരുന്ന ആൾ പിന്നെ എന്തായി നിലനിൽക്കുമെന്നാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്തായിരുന്നു? ശരി, ഗുണാതീതനാണെന്ന് അറിഞ്ഞു, അങ്ങനെ ആയിരുന്ന ആള് ജീവിക്കുന്ന വിധവും നമ്മൾ കണ്ടു, ഭഗവാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയായിരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ചോദ്യം എന്താണ്? എങ്ങനെയാണ് നിലനിൽക്കുക ഗുണാതീതൻ ആൾ? അപ്പൊ ഭഗവാൻ അതിന് മറുപടി പറയാണ്, മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യാദാൻ ബ്രഹ്മഭൂപായ കൽപ്പതേ. യച്ച, ആരാണോ
മാം പരമാത്മാവായ എന്നെ അവ്യഭിചാരേണ. വ്യഭിചാരം എന്ന് വെച്ചാൽ എന്താണ്? വ്യഭിചരിക്കുക എന്ന് വെച്ചാൽ ചെയ്യുന്നതിൽ നിന്ന് മാറിപ്പോവുക, വ്യതിചലിച്ചു പോകുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്? അന്യഭാവമില്ലാതെ അനന്യമായിട്ട് അനന്യഭക്തിയോടുകൂടി കറപുരളാത്ത ഭക്തിയോഗ ഭാവേന എന്നെ ആരാണോ സേവിക്കുന്നത് വെച്ചാൽ എന്നെ ആരാണോ ഭജിക്കുന്നത്, അങ്ങനെ ഭക്തിഭാവനയോട് സേവിക്കുന്ന അയാൾക്ക് ഈ ത്രിഗുണങ്ങളെ അതീതനായിട്ട് കടന്നാൽ എന്നെ, ബ്രഹ്മമായ എന്നെ പ്രാപിക്കുവാനായിട്ട് കരുത്തനായി തീരുന്നു. ആരാണോ പരമാത്മാവ് എന്നെ അന്യഭാവം അഭ്യഭിചാരം എന്ന് വെച്ചാൽ അന്യഭാവമില്ലാതെ ഭക്തിഭാവനയോടുകൂടി ഭജിക്കുന്നത്, അയാൾ ഈ ത്രിഗുണങ്ങളെ കടന്നാൽ ബ്രഹ്മമായി അവശേഷിക്കുവാൻ കരുത്തനായി തീരുന്നു. ബ്രഹ്മ ഭൂയേ കൽപ്പതേ. ഈ ഗുണങ്ങളെ എങ്ങനെയാണ് അതിവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഗുണങ്ങളെ അതീതരാകുന്ന, അപ്പൊ ഗുണാതീതനാവുന്ന എങ്ങനെയെന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കടന്നയാൾ ഏത് രൂപത്തിലാണ് നിലനിൽക്കുന്നത്, ജീവിക്കുന്നത്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഗുണങ്ങളെ കടക്കുവാനുള്ള ഉപായം അവ്യഭിചാരിണിയായ ഭക്തിയാണ്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാത്ത അനന്യഭക്തി, ചാഞ്ചല്യമില്ലാത്ത ഭക്തി, ദൃഢഭക്തി, സുദൃഢമായിട്ട് ഒരിക്കലും ചഞ്ചലമല്ലാത്ത അചഞ്ചലമായ ഭക്തി, അതിനാണ് അവ്യഭിചാരിണി എന്ന് പറയുന്നത്. അത് കടന്നാൽ ബ്രഹ്മമായിട്ട് നിലനിൽക്കും. അപ്പോഴ് എന്താണ് അവ്യഭിചാരിണി ഭക്തി? സർവത്ര സമദർശനം. അവ്യഭിചാരിണി ഭക്തിച്ച് അനന്യഭക്തി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എല്ലാം സർവം ഈശ്വരമയം, എല്ലാം ഭഗവാൻ എന്നുള്ള ദർശനം. ബ്രഹ്മമല്ലാതെ മറ്റൊന്നുണ്ടെന്ന് തോന്നിയാൽ പിന്നെ വ്യഭിചാരമല്ലേ അത്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുന്നതിനാണ് അവ്യഭിചാരിണി എന്ന് പറയുന്നത്. ഈ അവ്യഭിചാരിണി ഭക്തിയെ ഭഗവാൻ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ബ്രഹ്മമായി ഭവിച്ചയാൾ ദുഃഖിക്കുകയോ കാംക്ഷിക്കുകയോ ചെയ്യുന്നില്ല, സർവത്ര സമദർശനത്തിനായി വർത്തിക്കുന്നു. ഇതാണ് പരാഭക്തി എന്നത്രേ ഭഗവാൻ. പരാഭക്തി എന്നും പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ഇത് അതായത് സ്വയം ബ്രഹ്മമായി തീരുന്നു. ഗുണാതീതത്വം ശൂന്യതയല്ല, പൂർണ്ണമായ ബ്രഹ്മസ്ഥിതിയാണ്. ഇങ്ങനെ ഗുണാതീതൻ എന്തായിത്തീരുന്നു എന്ന ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു. ഗുണവിഭായോഗം സുവ്യക്തമാക്കാനായി ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ സ്വാമി വിശ്വരൂപത്തിനെ പറ്റി പറഞ്ഞു. വിശ്വരൂപത്തിനെ പറ്റി പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, വിശ്വരൂപം ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നു ചോദിക്കുകയാണ്. അപ്പൊ അതിന് ഭഗവാൻ ഉത്തരം പറയുകയാണ്. വിശ്വരൂപം എന്ന് പറയുമ്പോൾ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതും ഇതും കൂടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുക, വൈരുദ്ധ്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഭഗവാൻ പറയാണ്, ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ച. അതായത് അല്പം മുമ്പ് ഞാൻ എന്നെ പരമാത്മാവായിട്ട് പറഞ്ഞില്ലേ, പരമാത്മാവിനെ പ്രാപിക്കാം, അവ്യഭിചാരണ ഭക്തി ഉണ്ടെങ്കിൽ ബ്രഹ്മമായി തീരാം, പരമാത്മാവായി എന്നെ പ്രാപിക്കാന്ന് ഭഗവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് വിശ്വരൂപൻ എന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്ന ഞാൻ അമൃതസ്യ ശുദ്ധ ചേതന സ്വരൂപനും അവ്യയസ്യ ഒരിക്കലും ഒരു ഒഴിവില്ലാത്തവനും ഒരു തരത്തിലുള്ള കുറവും വരാത്തവനും, അമൃതസ്യ ശുദ്ധ ചേതനാ സ്വരൂപനും, സനാതനം അതായത് ശാശ്വതസ്യ ധർമ്മസ്യ, ശാശ്വതം എന്ന് പറഞ്ഞാൽ സനാതനത്തിനാണ് ശാശ്വതം എന്ന് പറയുന്നത്. ധർമ്മസ്യ പ്രപഞ്ചത്തെ, ധർമ്മം എന്താണ്? പ്രപഞ്ചത്തെ രക്ഷിക്കുക. ശാശ്വതമായി പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവനും സനാതനമായി പ്രപഞ്ചത്തെ രക്ഷിക്കുന്ന ഐകാന്തസ്യ സുഖസ്യ കേവല സുഖസ്വരൂപനായ ബ്രഹ്മണ, ബ്രഹ്മവസ്തുവിന്റെ പ്രതിഷ്ഠ, നേരിട്ടുള്ള പ്രകട രൂപം തന്നെയാണ് വിശ്വരൂപ ദർശനം. അല്പം മുമ്പ് ഞാൻ എന്നെ പരമാത്മാവായിട്ട് ചിത്രീകരിച്ചത് എന്തുകൊണ്ടെന്നാൽ, മുമ്പ് വിശ്വരൂപൻ എന്ന് നിനക്ക് വെളിപ്പെടുത്തി തന്ന ഞാൻ ശുദ്ധചേതനാ സ്വരൂപനും ഒരിക്കലും ഒരു തരത്തിലുള്ള കുറവില്ലാത്തവനും സനാതനമായി പ്രപഞ്ചത്തെ, ശാശ്വതമായിട്ട് പ്രപഞ്ചത്തെ രക്ഷിച്ചു പോരുന്നവനും കേവല സുഖ സ്വരൂപനുമായ ബ്രഹ്മവസ്തുവിന്റെ നേരിട്ടുള്ള പ്രകട രൂപമായിരുന്നു. അതായത് ബ്രഹ്മവസ്തുവിനെ തന്നെ നേരിട്ട് കാണിച്ചു തരികയായിരുന്നു വിശ്വരൂപ ദർശനം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം, വിശ്വരൂപൻ, വിശ്വപ്രാണൻ, സത്വബുദ്ധി, പരബ്രഹ്മം, ബ്രഹ്മം, വസ്തു, വസ്തുബോധം, ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് ഭഗവാൻ ഇല്ലേ. ഒരേ വസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, ആ ചൈതന്യം, ആ പരമാത്മ ചൈതന്യത്തെ പറ്റി. അതിന്റെ പല പര്യായ പദങ്ങളാണ് ഈ വിശ്വരൂപൻ, വിശ്വപ്രാണൻ, സത്വബുദ്ധി, ഗുണാതീതൻ, ഇതൊക്കെ പര്യായ പദങ്ങളാണ്.
ഇവിടെ വിവരണങ്ങൾ പിന്നെ ഭഗവാൻ പറയുകയാണ്, സ്വയം വിശ്വരൂപ ഭാവം അംഗീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ സംഭാഷണം ആരംഭിച്ചത്. പക്ഷേ അവസാനമായപ്പോൾ വിശ്വരൂപ ഭാവം മാറിക്കൊണ്ട് ഭഗവാൻ പരമാത്മഭാവം അംഗീകരിക്കുന്നു. വിശ്വരൂപ ഭാവം സത്വഗുണപൂർണനായി ബ്രഹ്മാനുഭവം ഉൾക്കൊള്ളുന്ന ഒരു വിശിഷ്ടമായ സാക്ഷാത്കാര ദശയായതുകൊണ്ട് ഈ രണ്ട് പരാമർശങ്ങളും അത്ര അകലം ഉള്ളവയല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നതും പരമാത്മാവെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് എന്ന് അർജുനനോട് ഭഗവാൻ പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രത്യേക സന്ദർഭങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് പറയുന്ന ആൾക്ക് ആരോട് പറഞ്ഞു കൊടുക്കുന്നു അയാൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ചില ഭാവങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നത്. പരമസത്യം കണ്ടെത്തുവാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഉപാധി ചിലർക്ക് വേണമല്ലോ. അപ്പം വിശ്വരൂപ ദർശനം കണ്ട അർജുനന് പരമാത്മാവിന്റെ ആ മഹത്വം എത്രയാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായി. അതാണ് ഭഗവാൻ പറയുന്നത്, എപ്പോഴും ആ സത്യം തന്നെ, പരമസത്യം കണ്ടയാൾ എവിടെയും എപ്പോഴും ആ സത്യം തന്നെ കാണുകയുള്ളൂ. അപ്പം ശിഷ്യന്റെ ധാരണാശക്തിയുടെ നിലവാരത്തിന് യോജിച്ച വിധം വ്യത്യസ്ത ഭാവങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ സംസാരിക്കുന്നത്. അതായത് എങ്ങനെ തകർന്നടിഞ്ഞു കിടന്നിരുന്ന അർജുനനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു കൊണ്ട് ഇവിടെ എത്തിച്ചു കഴിഞ്ഞു ഭഗവാൻ. അപ്പൊ ആ തകർന്നടിഞ്ഞു കിടന്ന അർജുനനോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ വല്ലോ മനസ്സിലാവുമായിരുന്നോ? ഒന്നും മനസ്സിലാവില്ല. അപ്പം വേണ്ട സമയത്ത് വേണ്ട ഡോസിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരേ കാര്യങ്ങളെ തന്നെ മറിച്ചും തിരിച്ചും ആ അർജുനന്റെ ഉയർച്ചക്കനുസരിച്ച് മനോഭാവത്തിന്റെയും പിന്നെ സ്വഭാവത്തിന്റെയും മാറ്റത്തിന് പരിവർത്തനത്തിനനുസരിച്ച് ഭഗവാൻ അതിങ്ങനെ കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പം ധാരണാശക്തിയുടെ നിലവാരത്തിനനുസരിച്ചാണ് ഭഗവാൻ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ഇതില് ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നത്. ഇതുകൊണ്ടാണ് വിശ്വരൂപ ദർശനവും പരമാത്മാവിലെത്തിയവ രണ്ടും ഒന്ന് തന്നെ എന്ന് പറയാനുള്ള കാരണം. അധ്യായ സംക്ഷേപം. ക്ഷേത്രജ്ഞ വിഭാഗം വേണ്ടവണ്ണം അറിയുന്ന ആൾക്ക് ജഡപ്രകൃതിയെ മോചിപ്പിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞാണ് ഭഗവാൻ ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. ക്ഷേത്രത്തെ വേണ്ടവണ്ണം അറിയണമെങ്കിൽ അതിന്റെ കാതലായ, അതായത് നമ്മൾ ക്ഷേത്രജ്ഞ വിഭാഗം കഴിഞ്ഞ അധ്യായമായിരുന്നു. അതിൽ ഭഗവാൻ എന്താണ് പറഞ്ഞത്? അയാൾക്ക് ജഡപ്രകൃതിയെ ക്ഷേത്രമാരാണ്, ക്ഷേത്രജ്ഞൻ ആരാണെന്ന് നല്ല പൂർണ്ണ ബോധം വന്ന ഒരാൾക്ക് ഈ ജഡപ്രകൃതി, ഈ വിശ്വപ്രകൃതി ജഡമാണ്, ഇത് നിലനിൽക്കുന്നതല്ല, ശാശ്വതമല്ല, നശ്വരമാണ് എന്നൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആ അധ്യായം ഉപസംഹരിച്ചത്. ഇപ്പൊ ഭഗവാൻ പറയാണ്, ക്ഷേത്രത്തെ നന്നായിട്ട് അറിഞ്ഞ ഒരാൾക്ക് അതിന്റെ കാതലായ ഗുണഘടന അറിയണ്ടേ? ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഗുണങ്ങളെ കൊണ്ടിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഗുണഘടന അറിയുന്നതിനാണ് ഈ ചാപ്റ്റർ ഭഗവാൻ ഉപയോഗിച്ചത്. അഥവാ സത്വം, രജസ്, തമസ് എന്നാണ് പ്രകൃതി ഗുണങ്ങൾ. സത്വം പ്രകാശത്തിന്റെയും രജസ് പ്രവൃത്തിയുടെയും തമസ് മോഹത്തിന്റെയും ഗുണങ്ങളാണ്. സത്വഗുണം സുഖസംഗം കൊണ്ടും തമസ് മോഹം കൊണ്ടും രജസ് പ്രവൃത്തി കൊണ്ടും പിന്നെ അതായത് സത്വഗുണം സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗം കൊണ്ടും ജീവനെ ബന്ധിക്കുന്നു. സത്വഗുണവും ബന്ധിക്കും. സത്വഗുണം നമ്മളെ മുക്തരാക്കില്ല. സത്വഗുണം കൊണ്ടുള്ള ഗുണം എന്താണ്? ഭഗവാനുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കാം, അത്രയേ ഉള്ളൂ. അതായത് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം എന്താണ്? എല്ലാം ഭഗവാനാണെന്നുള്ള അറിവ്. അപ്പൊ ആ ജ്ഞാനസംഘം ഉണ്ടാവും, അതുപോലെ സുഖസംഘം ഉണ്ടാവും. എപ്പോഴും ശാന്തമായിട്ടും നല്ലൊരു സുഖമുള്ള പ്രസന്നമായ ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. രജോ ഗുണം എന്താണ്? രജോ ഗുണം നമ്മളെ കർമ്മം കൊണ്ടാണ് ബന്ധിക്കുന്നത്. തമോ ഗുണമാണെങ്കിലോ പ്രമാദം, ആലസ്യം, ഭ്രമം, മോഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ജീവനെ ബന്ധിക്കുന്നു. ആ ഒരു ഗുണം മറ്റു രണ്ടിനെയും കീഴ്പ്പെടുത്തിയിട്ടാണ് പ്രധാന ഭാവം കൈക്കൊള്ളുന്നത്. ഭഗവാൻ പറഞ്ഞു, സത്വഗുണം പ്രധാനമാണെങ്കിൽ രജോ ഗുണവും തമോ ഗുണവും താഴ്ന്നു കിടക്കും. തമോ ഗുണമാണ് പ്രധാനമെങ്കിൽ സത്വഗുണവും രജോ ഗുണവും താഴ്ന്നു കിടക്കും. രജോ ഗുണമാണ് പ്രധാനമെങ്കിൽ സത്വഗുണവും തമോ ഗുണവും കുറച്ച് മറഞ്ഞു കിടക്കും. ഇതിന്റെ പ്രാധാന്യം രജോ ഗുണത്തിനായിരിക്കും. അങ്ങനെ ഇന്ദ്രിയ ദ്വാരങ്ങളെല്ലാം പ്രകാശവും ജ്ഞാനവും കൊണ്ട് നിറയുമ്പോൾ സത്വഗുണത്തിന് പ്രാധാന്യം കിട്ടിയെന്ന് മനസ്സിലാക്കാം. ലോഭം, ഒടുങ്ങാത്ത കർമ്മ പ്രേരണ, തൃഷ്ണ ഇവയുണ്ടെങ്കിൽ രജസ്സിനാണ് പ്രാധാന്യം. അതായത് വീണ്ടും സമ്പാദിക്കാനുള്ള മോഹം, എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് കിരിവിരാന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ, അതായത് മനസ്സിന് സ്വസ്ഥതയേ ഇല്ലാത്ത അവസ്ഥ, അതാണ് രാജസ ഗുണത്തിന്റെ പ്രാധാന്യം. പ്രമാദവും മോഹവും കാണുന്നിടത്താണ് തമസിന്. അവിടെ എന്താണ്?
ഒരു തരം ഭ്രമമാണ്, എല്ലാത്തിനും ഒരു ഭ്രമവും മോഹവും. പ്രമാദം എന്ന് വെച്ചാൽ ആൾമോസ്റ്റ് ഭ്രാന്തിന്റെ അവസ്ഥയാണ് പ്രമാദം. ആ ഒരു ഒന്നിനൊരു ഒരു ഇഷ്ടമില്ല, ആലസ്യം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാവമാണ് തമോ ഗുണത്തിന് പ്രാധാന്യം. സത്വഗുണമാണ് കൂടുതലെങ്കിൽ മരിച്ചാൽ സത്യദർശനത്തിനുതകുന്ന അനന്തര ജീവിതം ലഭ്യമാകും. സത്വഗുണത്തിൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് ദേവലോക പ്രാപ്തി ഉണ്ടാകും. രജോ ഗുണമാണ് പ്രധാനമായിരിക്കും മരിച്ചാൽ ഭൗതിക ഫലത്തിനായി കർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ജനിക്കും. തമോ ഗുണാധിക്യത്തിലാണ് മരണമെങ്കിൽ നമ്മള് മനുഷ്യ ജന്മം പോലും നമുക്ക് കിട്ടില്ല, പക്ഷിമൃഗാദികളുടെ ജന്മമാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ പതിച്ചു പോകും നമ്മള്. പുണ്യം കൊണ്ടുള്ള ഹൃദയശുദ്ധിയാണ് സത്യഗുണത്തിന്റെ ഫലം. രജോ ഗുണത്തിന്റെ ഫലമോ ദുഃഖവും, തമോ ഗുണത്തിന്റെ ഫലം കൂരിരുട്ടുമാണ്. ഒരു രക്ഷയില്ല അവിടെ. സത്വഗുണി ഉയർന്നു നിന്ന് സത്യത്തോടടുക്കും. രജോ ഗുണി സുഖദുഃഖ സമ്മിശ്രമായ ലോക ജീവിതം നയിക്കും. തമോ ഗുണി പതിച്ചു പതിച്ചു താഴോട്ട് പോകും. കലികാലത്തിൽ കൂടുതലും 100-ല് പിന്നെ 90 പേരും പിന്നെ 10% ഉണ്ടാവുള്ളൂ സത്വഗുണം. അതില് ബാക്കി 80% രജോ ഗുണികളായിരിക്കും, ബാക്കിയുള്ളത് തമോ ഗുണികളായിരിക്കും കൂടുതലും. നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മുടെ തന്നെ ജീവിതം നോക്കിയാൽ അറിയാം. രജോ ഗുണത്തിനും തമോ ഗുണത്തിലാണ് നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യമുള്ളത്. സത്വഗുണത്തിന് വളരെ കുറച്ച് സ്ഥലമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, നമ്മൾ തന്നെ. അപ്പോൾ തമോ ഗുണാധികത്തിലാണ് മരണമെങ്കിൽ പക്ഷിമൃഗാദി സ്ഥാവര ജംഗമങ്ങളായിട്ട് ജനിക്കേണ്ടി വരും. സത്വഗുണി ഉയർന്നു നിന്ന് സത്യത്തിനോടടുക്കും. സത്യം എന്ന് വെച്ചാൽ ഈശ്വരനോടടുക്കും. രജോ ഗുണി ദുഃഖ സമ്മിശ്രമായ ലോക ജീവിതം നയിക്കും. തമോ ഗുണി പതിച്ചു പതിച്ച് താഴോട്ട് പോകും. തനിക്ക് കർത്തൃത്വമില്ലെന്നും താൻ ഗുണാതീതനായ സത്യമാണെന്നും അറിയുന്ന ആൾ ജനന മരണങ്ങൾ, അതായത് സർവാരംഭ പരിത്യാഗി എന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഞാനല്ല കർത്താവ്, എല്ലാം ഭഗവാനാണ് കർത്താവ്, ഞാൻ ഉപകരണം മാത്രം. ആ ഭാവത്തിൽ കർമ്മം ചെയ്യുന്ന ആള് ജനന മരണങ്ങളെയൊക്കെ അതിജീവിച്ച് ബ്രഹ്മാനന്ദം അനുഭവിക്കും. തുടർന്ന് ഗുണാതീതന്റെ ലക്ഷണം വിവരിച്ചു കേൾക്കണമെന്ന് അർജുനൻ ആവശ്യപ്പെട്ടപ്പോൾ ഭഗവാൻ സർവത്ര സമദർശനം നേടി പരാഭക്തിയിലെത്തിയ ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ട ആളാണ് ഗുണാതീതൻ എന്ന് അറിയിച്ചു. അതായത് ഗുണാതീതൻ ഈശ്വരപ്രാപ്തി നേടിയ ആളാണ്, ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ആള് തന്നെയാണ്. അതായത് വിശ്വരൂപൻ, വിശ്വപ്രാണൻ, സത്യബുദ്ധി എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഗുണാതീതനും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. സത്യദർശനത്തിന് ഉതകത്തക്കവണ്ണം ഗുണത്രയ വിഭാഗം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കൊണ്ട്, അതായത് സത്യദർശനം എന്ന് വെച്ചാൽ ഈശ്വര ദർശനത്തിന് നാം എന്താണ് ചെയ്യേണ്ടത്, ഏത് ഗുണങ്ങളാണ് ആശ്രയിക്കേണ്ടതെന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് ഗുണത്രയ വിഭാഗ യോഗം എന്ന് പേരിട്ടത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഗുണത്രയ വിഭാഗോ യോഗോ നാമ ചതുർദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.